ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം. സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും വ്യക്തമാക്കി. ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കൂ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അഴിമതിയുടെ പാപഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുമാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം. ഇതിനു പുറമെയാണ് കിഫ്ബിയിലൂടെ വരുത്തിവെച്ച ബാധ്യതകളും. ഇതെല്ലാം ജനങ്ങളുടെ മേൽ വിവിധ മാർഗങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾ പിരിവുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധമായി തെരുവിലേക്ക് ഇറങ്ങുമെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ. റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സർക്കാർ നീക്കം കേരളീയ പൊതുസമൂഹത്തിന് സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്ന് കെ. സുധാകരൻ പറഞ്ഞു. കിഫ്ബി ശാപമായി മാറുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. റവന്യൂ ജനറേഷന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് ജനങ്ങളുടെ തലയിൽ ടോൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയത്തക്ക നിലയിലുള്ള പദ്ധതികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പ്രതിസന്ധി നേരിട്ടിട്ടുള്ളത്. അതിന്റെ ഭാരം ജനങ്ങളുടെ തലയിലല്ല അടിച്ചേൽപ്പിക്കേണ്ടത്. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കം അന്തിമമായിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദ മാസ്റ്റർ. ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂവെന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു. ടോളുകളൊക്കെ എങ്ങനെയൊക്കെയാ വരികയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സംഭവം. കിഫ്ബി പണം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. വിഷയം LDF-ൽ ചർച്ച ചെയ്തിരുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. നേരത്തെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ഉപരോധം, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ്. കിഫ്ബി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സൈറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇതൊന്നും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്നു. നിങ്ങൾ ബഡ്ജറ്റ് വായിച്ചില്ലേ? കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.